ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ടാക്സിനകത്ത് മാറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രൊവിഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ, നമ്മൾ അവിടെ നിർത്തിയത് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെയാണ് മാറ്റിൻ്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, അത് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മാറ്റിനകത്ത് കയറി വരുന്ന ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. കമ്പ്യൂട്ടേഷൻ ആൻഡ് മീനിങ് ഓഫ് ബുക്ക് പ്രോഫിറ്റ്സ് അണ്ടർ സെക്ഷൻ 115 JB. ആ സെക്ഷൻ ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. സെക്ഷൻ 115 JB ബുക്ക് പ്രോഫിറ്റ്സ്. അതായത് നമ്മൾ നോർമൽ കേസിനകത്ത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം, കൂടാതെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഏതിലോട്ട് എത്തണം, ബുക്ക് പ്രോഫിറ്റോട്ട് എത്തണം. എന്നിട്ട് ആ ബുക്ക് പ്രോഫിറ്റിന്റെ 15% വേണം നമ്മൾ നമ്മുടെ ടാക്സ് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. അതിനകത്ത് മിനിമം ഏതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ട്രീറ്റ് ചെയ്യണം അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണേണ്ടത് എന്നും കൂടെ നോക്കാം. നോക്കേ, the book profit means the profit as shown in the statement of profit or loss for the relevant previous year. അതായത് നെറ്റ് പ്രോഫിറ്റ് എടുക്കണം, എന്നിട്ട് നോക്കി ആസ് ഇൻക്രീസ്ഡ് ബൈ, അത് പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് മനസ്സിൽ ഓർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത്. നിങ്ങൾ നല്ലൊരു പിയാണ്ടൽ അക്കൗണ്ട് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ, അതിന്റെ നെറ്റ് പ്രോഫിറ്റ്, ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ബുക്ക് പ്രോഫിറ്റിലോട്ട് എത്താൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി കയറി വരുന്ന റിസർവ്സും പ്രൊവിഷൻസും എന്ന് പറയുന്ന ഇതിൻ്റെ അപ്രോപ്രിയേഷൻസ് ഉണ്ടല്ലോ, നെറ്റ് പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻസ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അപ്രോപ്രിയേഷൻസ് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചറായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. ഓക്കെ, നമ്പർ 1. നമ്പർ 2, ഏതെങ്കിലും തരത്തിലുള്ള എക്സംപ്റ്റഡ് ഇൻകം ആണെന്ന് വിചാരിക്കുക. ആ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ആൻഡ് ദ തേർഡ് വൺ, അങ്ങനെ എക്സംപ്റ്റഡ് ആയിട്ട് കയറി വരുന്ന ഇൻകംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മൈനസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇപ്പം നോക്കിയേ 15% ആണ് നമ്മൾ മാറ്റിന്റെ പ്രൊവിഷൻസ് പറയുന്നത്. സോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഇൻകം ഈ പറഞ്ഞിരിക്കുന്നത് പോലെ 15%-നേക്കാൾ താഴെയാണ് ഏത് കയറി വരുന്നതെങ്കിൽ ടാക്സബിൾ പോർഷൻ കയറി വരുന്നത് എന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? അതായത് ആ കിട്ടുന്ന സെർട്ടൻ ഇൻകത്തിന്റെ ടാക്സ് ലൈബിലിറ്റി 15%-നേക്കാൾ താഴെയാണെന്ന് വിചാരിക്കുക. സോ അങ്ങനെ ഉണ്ടാവുന്ന ഇൻകത്തിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ഇൻകത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിൽ കിടന്നാൽ മാറ്റിന്റെ പ്രൊവിഷൻസ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് അപ്രോപ്രിയേഷൻസ് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. 2, ഏതെങ്കിലും തരത്തിലുള്ള എക്സംപ്റ്റഡ് ഇൻകം ആണെങ്കിൽ ആ എക്സംപ്റ്റഡ് ഇൻകത്തിന് വേണ്ടി വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് നമ്മുടെ പി ആൻഡ് എല്ലിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. അതേപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ സെർട്ടൻ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 15%-നേക്കാൾ താഴെ വരുന്നതാണെന്ന് വിചാരിക്കുക. സോ ആ കിട്ടുന്ന ഇൻകം, മനസ്സിലായി? ഇപ്പോൾ ഒരു ഇൻകം ഉണ്ടായി, ആ ഇൻകത്തിന് നമ്മൾ 12% ടാക്സ് കൊടുത്താൽ മതി എന്ന് വിചാരിക്കുക. സോ അത് 15%-നേക്കാൾ താഴെയാണ് അല്ലേ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ഓക്കെ, ആ ഇൻകത്തിനെ നമുക്ക് മൈനസ് ചെയ്യും. മനസ്സിലായി? പിന്നെ കോമൺലി കയറി വരുന്ന കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദാറ്റ് മീൻസ് ഈ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ്റെ ട്രീറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് മാറ്റിന്റെ ഏതിന് വേണ്ടിയിട്ട്, കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത് മനസ്സിൽ കിടന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കാൻ പറ്റും. സോ നല്ലൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മനസ്സിൽ കൊണ്ടുവരിക. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോണേ. സോ നെറ്റ് പ്രോഫിറ്റ് എടുത്തു. ഇനി ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ചിന്തിക്കുക. ആ ഡെബിറ്റ് സൈഡിനകത്ത് നോക്കേ, ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പെയ്ഡ് ഓർ പേയബിൾ ആൻഡ് ദ പ്രൊവിഷൻ thereof. ഇൻകം ടാക്സ്, സർചാർജോ സെസ്സോ അങ്ങനെ ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് കിടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനെ ആഡ് ബാക്ക് ചെയ്യണം. അതിനകത്ത് ഏതൊക്കെ വരും നോക്കേ. ഇറ്റ് ഇൻക്ലൂഡ്സ് എനി ഇൻട്രസ്റ്റ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്, സർചാർജ് ആൻഡ് സെസ് ഓഫ് ഇൻകം ടാക്സ്. മനസ്സിലായി? അതായത് ഈ പറഞ്ഞതെല്ലാം നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. പക്ഷേ നോക്കേ, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് പെനാൽറ്റി പെയ്ഡ് ഓർ പേയബിൾ അണ്ടർ ദിസ് ആക്ട്, എനി ടാക്സ് ഇൻട്രസ്റ്റ് ഓർ പെനാൽറ്റി പെയ്ഡ് ഓർ പേയബിൾ അണ്ടർ ദ വെൽത്ത് ടാക്സ് ആക്ട് ഓർ അതർ ആക്ട്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. അതായത് ഈ പറഞ്ഞതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ടാക്സിന്റെ പ്രൊവിഷൻസോ ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സർചാർജോ സെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻക്ലൂഡിംഗ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ്, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പി ആൻഡ് എല്ലിന്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, നമ്പർ 1.
And number 2, കണ്ടോ, the amount carried to any reserve, whatever the name called. അതായത് റിസർവ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് അല്ലേ. സോ ആ റിസർവിനെ, ഏതെങ്കിലും തരത്തിലുള്ള റിസർവിനെ നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡെബിറ്റ് സൈഡ് കാണും ആണല്ലോ. സോ അതിനെ നമ്മൾ തിരിച്ച് എന്ത് ചെയ്തേ പറ്റൂ, ആഡ് ബാക്ക് ചെയ്തേ പറ്റൂ. ആൻഡ് ദ തേർഡ് വൺ, the amount set aside to provision made for meeting liabilities other than ascertained liabilities. That means unascertained ആയിട്ടുള്ള ലൈബിലിറ്റീസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവിഷൻസ് നമ്മൾ P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിനെ ആഡ് ബാക്ക് ചെയ്യണം. മനസ്സിലായി? ദാറ്റ് മീൻസ് അസർട്ടൈൻഡ് ലൈബിലിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ വേണ്ട, അഡ്ജസ്റ്റ് ചെയ്യണ്ട. പക്ഷേ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അൺഅസർട്ടൈൻ ലൈബിലിറ്റീസിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ബാക്ക് ചെയ്യണം. സോ ഫസ്റ്റ് വൺ പറഞ്ഞത് ഇൻകം ടാക്സ് പറഞ്ഞു, ആൻഡ് സെക്കൻഡ് വൺ പറഞ്ഞത് ഏതായിരുന്നു, റിസർവ്സ് ആണ് പറഞ്ഞത്, ആൻഡ് തേർഡ് വൺ പറഞ്ഞത് പ്രൊവിഷൻസ് ആണ്. അവിടെ ശ്രദ്ധിക്കാനുള്ളത് അസർട്ടൈൻഡ് അല്ല, അൺഅസർട്ടൈൻഡ് ആണ്. നോക്കാം. Any provision made to meet the unascertained liabilities like provision for gratuity or future loss etc. should be added back. മനസ്സിലായി? അതെല്ലാം അൺഅസർട്ടൈൻഡ് ആണ്. സോ അതിനെ തിരിച്ച് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. If the provision for gratuity has been made on the basis of actuarial valuation, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് അസർട്ടൈൻ ലൈബിലിറ്റി ആയി. അതുകൊണ്ട് അതിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? സോ ഇൻകം ടാക്സ്, റിസർവ്സ്, പ്രൊവിഷൻസ്. ഇനി തേർഡ് വൺ, the amount by way of provision for losses of subsidiary companies. സബ്സിഡിയറി കമ്പനീസിന്റെ ലോസിന് വേണ്ടി ഒരു പ്രൊവിഷൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് the amount or amounts of dividend paid or proposed dividend, ഡിവിഡൻഡോ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡോ ഇതൊക്കെയാണെങ്കിലും ഇതെല്ലാം അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് അല്ലേ. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഇനി നോക്കിയേ, the amount or amount of expenditure relatable to any income under section 10, 11, 12. 10 എന്ന് പറഞ്ഞാൽ അറിയാം എക്സെപ്റ്റഡ് ഇൻകം ആണ്. 11ഉം 12ഉം ട്രസ്റ്റിനെ റിലേറ്റ് ചെയ്താൽ ദാറ്റ് മീൻസ് അതിന്റെ എക്സെപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞ എന്താ, ആ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ്, ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം അല്ല, ആ ഇൻകം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ആണ് നമ്മൾ ചിലവാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ, ആഡ് ബാക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ. And the next one, the amount or amount of expenditure related to income being share of profit from AOP if such a share is exempted under section 86. അതായത് കണ്ടോ, അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അത് സെക്ഷൻ 86 പ്രകാരം എക്സംപ്റ്റഡ് ആണ്. അത് രണ്ട് മൂന്ന് സാഹചര്യങ്ങൾ കയറി വരും. സെക്ഷൻ 86-നകത്ത് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. ആർക്കാണോ അത് കിട്ടുന്ന ആൾക്ക് അത് എക്സംപ്റ്റഡ് ആണ്. മനസ്സിലായോ? ഓക്കെ. സോ ഇവിടെ വരുന്ന സാഹചര്യങ്ങളിൽ ഓക്കെ, നമുക്കിത് എക്സംപ്റ്റഡ് ആണെങ്കിൽ, നമ്മുടെ കമ്പനിക്ക് അത് എക്സംപ്റ്റഡ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ. സോ ഇൻകം ടാക്സ് പറഞ്ഞു, റിസർവ്സ് പറഞ്ഞു, പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു. ആ പ്രൊവിഷൻസിൽ തന്നെ സബ്സിഡിയറിയുടെ ലോസിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താ, ഡിവിഡൻഡ് ഓർ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണെങ്കിലും വരും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് സെക്ഷൻ 10, 11, 12 പ്രകാരം എക്സംപ്റ്റഡ് ഇൻകത്തിന് വേണ്ടിയിട്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ ഏതാ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് AOP, അതും എക്സംപ്റ്റഡ് ഇൻകം ആണ്. അതിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ ആഡ് ബാക്ക് ചെയ്യണം. ആൻഡ് the expenditure relating to the following income of a foreign company if tax payable on such income under the normal provision is less than 15%. ഓക്കെ. നമ്മൾ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതാണ്, അതായത് മാറ്റിന്റെ പ്രൊവിഷൻ പ്രകാരം 15% ആണ് നമ്മൾ ടാക്സ് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. സോ ഈ പറഞ്ഞിരിക്കുന്ന ഫോറിൻ കമ്പനീസിന് ഓക്കെ സർട്ടൻ ഇൻകത്തിന് അല്ലെങ്കിൽ ഫോറിൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സർട്ടൻ ഇൻകത്തിന് നമ്മൾ 15% താഴെ മാത്രമാണ് ടാക്സ് അടയ്ക്കേണ്ട സിറ്റുവേഷൻസ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന നേരത്ത് കണ്ടോ, ആ ഇൻകം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഓക്കെ, ആ ഇൻകത്തിന് എന്ത് ചെയ്യുന്നു എന്നല്ല പറയണേ, ആ ഇൻകം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. മനസ്സിലായോ? സോ നോക്കി, the capital gain arising on the transaction in securities. And the second one, the interest, royalty or fee or technical services chargeable under section 115A to 115 BBE. മനസ്സിലായോ? അതായത് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ, ഫോറിൻ കമ്പനിയിൽ നിന്ന് നമുക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ ഓക്കെ, ആ ഇൻകത്തിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് കൊടുക്കണം. അത് ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ടല്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് കൊടുക്കണം. ആ ടാക്സ് എന്ന് പറയുന്നത് എത്ര ശതമാനത്തിനേക്കാൾ താഴെയാണ്, 15% താഴെയാണ്. ഓക്കെ. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ. സോ നോക്കിയേ, ആ ഇൻകത്തിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സുകൾ ആഡ് ബാക്ക് ചെയ്യുന്നു. സോ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇൻകങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. നമുക്ക് നോക്കാം.
അടുത്തത് നോഷണൽ ലോസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബീയിങ് എ ഷെയർ ഓർ എ being share or a special purpose vehicle to business trust in exchange of units allotted by the trust. മനസ്സിലായോ? അതായത് നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയർ ഓഫ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആർക്കാ? ഈ ബിസിനസ് ട്രസ്റ്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന നോഷണൽ ലോസ് ഓർ ദ എമൗണ്ട് റെപ്രസെന്റിംഗ് നോഷണൽ ലോസ് റിസൾട്ടിംഗ് ഫ്രം എനി ചേഞ്ച് ഇൻ ക്യാരിയിങ് എമൗണ്ട്. അതായത് ആ ട്രാൻസ്ഫർ യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്യാരിയിങ് എമൗണ്ടിനകത്ത് വരുന്ന ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ലോസ്, നോഷണൽ ലോസ്. സോ ഇങ്ങനെ വരുന്ന നോഷണൽ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഓക്കെ, എന്തായിരുന്നു? നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ഈ പറഞ്ഞിരുന്ന ബിസിനസ് ട്രസ്റ്റിന്റെ യൂണിറ്റ്സുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന നേരത്ത് നമുക്ക് ഉണ്ടായിരിക്കുന്ന ക്യാപിറ്റൽ ലോസ് എത്രയാണോ, ആ നോഷണൽ ലോസ് എത്രയാണോ, ആ നോഷണൽ ലോസിനെ നമുക്ക് ആഡ് ബാക്ക് ചെയ്യണം. മനസ്സിലായി? ആൻഡ് the amount of expenditure related to income by way of royalty in respect of patent chargeable under section 115 BBF. ഓക്കെ, പാറ്റന്റ് ആണ് ഇവിടെയും ഇത് സെപ്പറേറ്റ് ആയിട്ട്, അതായത് 115 BBF പ്രകാരം കിട്ടുന്ന പാറ്റന്റിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, പാറ്റന്റ് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. കാരണം അതിന്റെ റേറ്റും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ 15% താഴെയാണ്. മനസ്സിലായി? ഓക്കെ, ആൻഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഓർത്തിരിക്കണേ, ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണോ അത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. മനസ്സിലായി? നിങ്ങളുടെ പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് നിങ്ങൾ എഴുതിയിരിക്കുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണോ അത് ഫുൾ എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യും. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞ് ബാലൻസ് എമൗണ്ടുകൾ മാത്രമാണ് നമ്മൾ ഡിഡക്ട് ചെയ്യാറ്. സോ നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പല പ്രോബ്ലത്തിനകത്ത് പല രീതിയിലായിരിക്കും ചെയ്യണേ. മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായാലോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം, എന്നിട്ട് റീവാലുവേഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിപ്രീസിയേഷനെ മാത്രമേ തിരിച്ച് നമ്മൾ ലെസ് ചെയ്യുന്നുള്ളൂ. സപ്പോസ് നമ്മുടെ പ്രോബ്ലത്തിനകത്ത് റീവാലുവേഷൻ്റെ യാതൊരുവിധ ട്രീറ്റ്മെന്റും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. സിറ്റുവേഷൻ മനസ്സിലായി? അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇത്രയും മാത്രം ആലോചിക്കുക. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയായിരുന്നു നമ്മുടെ ഡിപ്രീസിയേഷൻ, നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. റീവാലുവേഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ ബാലൻസ് 8 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ വരുമെന്ന് വിചാരിക്കുക. സോ ആ 8 ലക്ഷത്തിനെ നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഇനി 10 ലക്ഷം ആഡ് ചെയ്ത് 8 ലക്ഷം ഡിഡക്ട് ചെയ്യാൻ നിൽക്കേണ്ട, ആ 2 ലക്ഷത്തിനെ മാത്രം തിരിച്ച് ആഡ് ബാക്ക് ചെയ്താലും മതി. ഇനി അങ്ങനെ ഒരു റീവാലുവേഷൻ്റെ പ്രൊസീജിയറേ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? 10 ലക്ഷം ആഡ് ബാക്ക് ചെയ്ത് 10 ലക്ഷം രൂപ തന്നെ മൈനസ് ചെയ്യണം. സോ അതിനേക്കാൾ നല്ലത് എന്ത് ചെയ്താൽ മതി? ആ ഡിപ്രീസിയേഷനെ ട്രീറ്റ് ചെയ്യാതെ തന്നെ ഇരുന്നാൽ മതി. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ, the amount set aside as a provision for diminution in the value of assets like assets write off. മനസ്സിലായി? അതായത് അസറ്റിന്റെ വാല്യൂ കുറയാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എമൗണ്ട് ഓഫ് പ്രൊവിഷൻസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിലെ ആ എമൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. അടുത്തത് ദ എമൗണ്ട് സ്റ്റാൻഡിംഗ് ഇൻ റിവാലുവേഷൻ റിസർവ് റിലേറ്റിംഗ് ടു, ഉണ്ടോ? ഈ രണ്ടെണ്ണത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നോക്കാം. The amount standing in revaluation reserve resulting to revalued assets on the retirement or a disposal of such asset if not credited to the statement of P&L. അതായത് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് വരെ പറഞ്ഞിരിക്കുന്നത് മൊത്തം എക്സ്പെൻഡിച്ചേഴ്സിനെ കുറിച്ചാണെങ്കിൽ, അതായത് നമ്മുടെ P&L അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ അതിനെ ആഡ് ബാക്ക് ചെയ്യണം. പക്ഷേ അവസാനത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, P&L അക്കൗണ്ടിനകത്ത് അത് ഇൻകമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ കുഴപ്പമില്ല, കാണിച്ചിട്ടില്ലെങ്കിൽ ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം, ഇൻകമായിട്ട് കാണിക്കണം. മനസ്സിലായി? അതായത് ഇത്രയും നേരം പറഞ്ഞതെല്ലാം നമുക്ക് ഒരിക്കലും അലൗബിൾ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻഡിച്ചേഴ്സ് ആണ്, അത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. മനസ്സിലായി? ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ നോർമൽ P&L-നകത്ത് കാണാത്ത ഇൻകമാണ്. സോ ആ വരുന്ന ഇൻകങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ്. മനസ്സിലായി? സോ നോക്കിയേ, ദ എമൗണ്ട് സ്റ്റാൻഡിംഗ് ഇൻ റിവാലുവേഷൻ റിസർവ് relating to the revalued assets or the retirement or disposal of such assets. അതായത് അസറ്റിന്റെ ഡിസ്പോസലിന്റെ സമയത്ത് റീവാലുവേഷൻ റിസർവ് ആയിട്ട് എത്രയാണ് ബാലൻസ് കിടക്കുന്നത്, അത് എവിടെ ചെയ്തിട്ടില്ലെങ്കിൽ ഇഫ് നോട്ട് ക്രെഡിറ്റഡ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L-നകത്ത് അത് ക്രെഡിറ്റ് സൈഡ് കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഇൻകം ആയിട്ട് ആഡ് ചെയ്യാം. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് യൂണിറ്റ്സ്. ഇതാണോ ഗെയിനാണ്? ഇത്രയും നേരം എക്സ്പെൻഡിച്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇത് ഗെയിനാണ്. സോ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് യൂണിറ്റ്സ് റെഫേർഡ് ടു സെക്ഷൻ 47. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു ബിസിനസ് ട്രസ്റ്റിന്റെ, അത് തന്നെ. Computed by taking into account the cost of shares exchange with the units referred to said clause or the carrying amount of the shares at the time of exchange where such shares are carried at a value other than the cost through statement of P&L as the case may be. മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ക്യാരിങ് എമൗണ്ട് ഡിഫറൻസ് കാരണം നമുക്ക് ഉണ്ടായിരിക്കുന്ന ഗെയിൻ ആണെങ്കിൽ ആ ഗെയിനെ നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. സോ പറഞ്ഞ കാര്യം ആദ്യം ഈ അവസാനത്തെ 2 പോയിന്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനകത്തും നമ്മൾ എല്ലാത്തിനകത്തും പറഞ്ഞത് ഏതാ? എക്സ്പെൻസുകളാണ്, അത് ആഡ് ബാക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്.
മനസ്സിലായി? അവസാനത്തെ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. പി ആൻഡ് എല്ലിനകത്ത് അതിനെ ഒരു ഇൻകമായിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ, ഓക്കെ, പി ആൻഡ് എല്ലിനകത്ത് അതിനെ ഒരു ഇൻകമായിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻകമായിട്ട് കാണിക്കാം. ദാറ്റ് മീൻസ് നമ്മുടെ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യാം. കേട്ടോ? എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രോബ്ലത്തിനകത്തും കയറി വരുന്നത് ടാക്സ്, ഡിപ്രീസിയേഷൻ, ഡിവിഡൻഡ്, റിസർവ്സ്, പ്രൊവിഷൻസ്, ഈ വക കാര്യങ്ങളാണ്. ഓക്കെ, മറ്റേ എക്സെപ്റ്റഡ് ഇൻകത്തിന് വേണ്ടിയിട്ടുണ്ടാവുന്ന എക്സ്പെൻഡിച്ചറുകൾ നമുക്ക് ഓർത്തിരിക്കാവുന്നുള്ളൂ. 10, 11, 12 പ്രകാരം പറഞ്ഞത്. പിന്നെ 86 പ്രകാരം AOPയിൽ നിന്ന് കിട്ടുന്നത് പറഞ്ഞത് അത് നമുക്ക് ടാക്സബിൾ അല്ല. പിന്നെ ആ ഫോറിൻ കമ്പനിയുടെ കേസ് പറഞ്ഞത്. കാരണം എന്താ? അവിടെ എല്ലാം 15% താഴെയാണ് റേറ്റ്. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ ഇൻകത്തിന് വേണ്ടിയിട്ടുണ്ടാവുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ നമ്മൾ മൈനസ് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ഇനി ആ ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും വേണം. മനസ്സിലായി? അത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, ഇനി as reduced by, അതായത് ഇപ്പം ഇത്രയും നേരം പറഞ്ഞതെല്ലാം എന്താ? നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് അല്ലെ? അതായത് നമ്മുടെ പ്രോഫിറ്റിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന എക്സ്പെൻഡിച്ചറുകളാണെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? നോക്കിയേ, ലെസ് ചെയ്യണം. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന എക്സെപ്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻകവും കാര്യങ്ങളും ആണെങ്കിൽ അതിനെ നമ്മൾ ലെസ് ചെയ്യണം. നോക്കാം. The amount withdrawn from the reserve or provision if any such amount is credited to the statement of P&L. അതായത് റിസർവിലോട്ടോ പ്രൊവിഷനിലോട്ടോ നമ്മൾ ചാർജ് ചെയ്തപ്പം നമ്മൾ എന്ത് ചെയ്തായിരുന്നു? അതിനെ ആഡ് ബാക്ക് ചെയ്തായിരുന്നു അല്ലെ? ഇനി അങ്ങനെയുള്ള റിസർവോ പ്രൊവിഷനോ നമ്മൾ എന്ത് ചെയ്തു? P&L ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, an amount withdrawn from reserve being created before 1/4/1997 otherwise done by way of a debit to the statement of P&L shall not be reduced. മനസ്സിലായി? എങ്ങനെയായിരുന്നു? 1997 മുമ്പ് otherwise done by way of debiting to the statement of P&L shall not be reduced. അതായത് റിസർവ് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണെങ്കിൽ 1997 മുമ്പ് റിസർവ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ P&L അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് ചെയ്തിട്ടാണ്. ദാറ്റ് മീൻസ് പ്രോഫിറ്റിനെ മാറ്റിയിട്ടാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് വിഡ്രോൺ ഫ്രം റിസർവ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന പോലെ റെഡ്യൂസ് ചെയ്യാം. സോ നോർമൽ പ്രൊവിഷൻ അല്ല പറയണേ, അവിടെ ഒരു സ്പെഷ്യൽ കേസാണ് പറയണേ. 1/4/1997 മുമ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്ന റിസർവാണ്. ആ റിസർവാണ് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണേ? വിഡ്രോ ചെയ്യണേ. സോ അത് വിഡ്രോ ചെയ്യുന്ന നേരത്ത് അത് കുറയ്ക്കണമെങ്കിൽ പറയുന്ന കണ്ടീഷൻ എന്താ? ആ റിസർവ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കണം? P&L അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് ചെയ്തിട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് കുറയ്ക്കാവൂ. And the second one, the amount withdrawn from reserve created or provisions made on or after 1997 shall not be reduced from the book profit unless the book profit of such year has been increased by those reserves or provision out of which the said amount was withdrawn in that year. മനസ്സിലായി? എങ്ങനെയായിരുന്നു? എനി എമൗണ്ട് വിഡ്രോൺ ഫ്രം റിസർവ് ക്രിയേറ്റഡ് ഓർ പ്രൊവിഷൻ മെയ്ഡ് ഓൺ ഓർ ആഫ്റ്റർ 1997 ശേഷമാണെങ്കിൽ ഇനി ഷാൾ നോട്ട് ബി റെഡ്യൂസ് ചെയ്യാൻ പാടില്ല. എങ്ങനെയാ? ഫ്രം ദ ബുക്ക് പ്രോഫിറ്റ് അൺലെസ് ദ ബുക്ക് പ്രോഫിറ്റ് ഓഫ് സച്ച് ഇയർ ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ ദോസ് റിസർവ് ഓർ പ്രൊവിഷൻ. ആ വർഷം നമ്മുടെ ബുക്ക് പ്രോഫിറ്റിനകത്ത് ആ റിസർവ് ഓർ പ്രൊവിഷൻ കാരണം എമൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വിഡ്രോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? മൈനസ് ചെയ്യാനും പാടുള്ളൂ. കേട്ടോ? സോ ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അടുത്തത്, the amount of income by ways the provision 10, 11, 12 if any such amount is credited to the statement of P&L account. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഇതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ P&L അക്കൗണ്ട് കൊണ്ട് ഇൻകം ആണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യും. അടുത്തത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് AOP അണ്ടർ സെക്ഷൻ 86. അതായത് 86 പ്രകാരമുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. സോ 86 പ്രകാരമുള്ള ഇൻകം നിങ്ങൾ P&L ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ലെസ് ചെയ്യും. അടുത്തത് ഫോളോയിങ് ഇൻകം ഓഫ് എ ഫോറിൻ കമ്പനി നമ്മൾ അവിടെ പറഞ്ഞതാ. അതായത് 15% താഴെയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചറിനെ ആഡ് ബാക്ക് ചെയ്തു. സോ അതിൽ നിന്നുണ്ടാവുന്ന ഇൻകത്തിനെ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, അടുത്തത് ദ എമൗണ്ട് റെപ്രസെന്റിംഗ് നോഷണൽ ഗെയിൻ ആൻഡ് ദ എമൗണ്ട് ഓഫ് ലോസ് ട്രാൻസ്ഫർ. ഏതിനകത്താ? നമ്മൾ ആ ബിസിനസ് ട്രസ്റ്റിന്റെ കേസ് പറഞ്ഞില്ലായിരുന്നോ? അതേപോലെ തന്നെ. മനസ്സിലായി? സോ അവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ വരുമ്പോൾ അത് ലെസ് ചെയ്യും. നമുക്ക് നോക്കാം. A notional gain on transfer of a capital asset being share of a special purpose vehicle to a business trust in exchange of units allotted by that trust, or the notional gain on transfer of units referred to in section 47. അതായത് ഇതിന് വേണ്ടിയിട്ടുണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. സോ അത് കാരണം ഉണ്ടാവുന്ന ഗെയിനുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഇഫ്
any credited to the statement of P&L. മനസ്സിലായി? And the next one, the amount of income by way of royalty in respect of patent chargeable under section 115 BBF. ഓക്കെ, BBFന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. സോ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. അടുത്തത് the amount of depreciation debited to the statement of P&L. ഓക്കെ, ഡെബിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ P&L-നകത്ത് ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യാൻ പറഞ്ഞു. അത് തന്നെ ഇവിടെ ലെസ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ. എങ്ങനെയാ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എക്സ്ക്ലൂഡിംഗ് ദ ഡിപ്രീസിയേഷൻ ഓൺ അക്കൗണ്ട് ഓഫ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്. റീവാലുവേഷൻ ഓഫ് അസറ്റിന് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴികെയുള്ള ബാക്കിയുള്ള ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് മൈനസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില പ്രോബ്ലത്തിനകത്ത് റിവാലുവേഷനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും നിൽക്കണ്ട. മനസ്സിലായി? അത് ട്രീറ്റ് ചെയ്യാതിരുന്നാൽ മതി. ചില പ്രോബ്ലത്തിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന അതിന്റെ ഡിഫറൻസ് മാത്രമേ ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ റീവാലുവേഷനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷനെ മാത്രമേ ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതും തെറ്റല്ല. പക്ഷേ നോർമൽ പ്രൊസീജിയർ അനുസരിച്ച് ഫുൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാണോ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് മൈനസ് ചെയ്യുന്നു. ഓക്കെ, ഏതാ ആ റിവാലുവേഷൻ കഴിഞ്ഞിട്ട് വരുന്ന എമൗണ്ട് എത്രയാണോ അത് മൈനസ് ചെയ്യുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ, the amount withdrawn from the revaluation reserve and credited to the statement of P&L to the extent it does not exceed the amount of depreciation on account of revaluation of asset referred above. മനസ്സിലായി? എന്തായിരുന്നു? the amount withdrawn from revaluation reserve നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്നത് to the statement of P&L to the extent if it does not exceed the amount of depreciation. amount of depreciation മുകളിൽ പോയില്ലെങ്കിൽ മാത്രം. okay, on account of revaluation of asset referred above. And the next one, the amount of the ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, the amount of brought forward loss or unabsorbed depreciation whichever is less as per the books of account. അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ഉണ്ട്, ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഏറ്റവും കുറവ് ഏതാണോ അത് നമുക്ക് മൈനസ് ചെയ്യാം. The loss shall not include depreciation. The provision of this clause shall not apply if the amount of loss brought forward or unabsorbed depreciation is nil. ഇതിനകത്ത് ഈ പറയുന്ന ബ്രോഡ് ഫോർവേഡ് ഡിപ്രീസിയേഷനോ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസോ അൺഅബ്സോർബ് ഡിപ്രീസിയേഷനോ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി? ഒരു ഉദാഹരണം പറയാം. ടോട്ടൽ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഒരു 15 ലക്ഷം ഉണ്ടായിരുന്നു. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 12 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. 15 വിച്ച് എവർ ഈസ് ലെസ്. 12 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് കുറച്ചാൽ മതി. സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് അതിനകത്ത് ഏറ്റവും കുറവ് ഏതാണോ അത് നമുക്ക് കുറച്ചാൽ മതി. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ, അതായത് അതിനകത്ത് ഏതെങ്കിലും ഒന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് അപ്ലിക്കബിൾ അല്ല, ഈ പറഞ്ഞിരിക്കുന്ന ക്ലോസ് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, സോ ഒരിക്കൽ കൂടെ the amount of brought forward loss or unabsorbed depreciation whichever is less as per the books of accounts. മനസ്സിലായോ? രണ്ടെണ്ണത്തിൽ ഏറ്റവും കുറവ് ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ലെസ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് പുതിയതായിട്ട് കയറി വന്നത് പ്രകാരം കണ്ടോ, the aggregate amount of unabsorbed depreciation or loss brought forward shall be reduced in case. അതായത് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ 15, 12 രണ്ടിൽ കുറവ് ഏതാണോ അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞേ? പക്ഷെ ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല. ഇത് രണ്ടും നിങ്ങൾക്ക് കുറയ്ക്കാം, 15ഉം 12ഉം അങ്ങനെ ചേർത്ത് 27 രൂപ നിങ്ങൾക്ക് കുറയ്ക്കാം, 27 ലക്ഷം രൂപ കുറയ്ക്കാം. ദ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ബ്രോഡ് ഫോർവേഡ് ലോസും അൺഅബ്സോർബ് ഡിപ്രീസിയേഷനും നിങ്ങൾക്ക് മൈനസ് ചെയ്യാം. ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്നറിയാമോ? ഒന്ന്, സെക്ഷൻ 241 പ്രകാരം ഓപ്പറേഷൻസ് ആൻഡ് മിസ്മാനേജ്മെന്റ് എന്ന് പറയും. അത് പ്രകാരം നോക്കാം. A company and its subsidiary and the subsidiary of such a company were the tribunal on an application moved by the central government under section 241 of the Companies Act 2013 has suspended the board of directors of such a company and has appointed new directors who are nominated by the central government under section 242 of the said act. അതായത് ഈ ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് കമ്പനീസ് ആക്ടിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഈ മൈനോറിറ്റിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, സ്പെഷ്യൽ കേസിനകത്ത് നമുക്കത് ലോ എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. മൈനോറിറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ കേസുകൾ ഉണ്ടെങ്കിൽ മെജോറിറ്റി ഈ മൈനോറിറ്റിനെ ഇല്ലാതെയാക്കുന്നു അല്ലെങ്കിൽ കമ്പനിയുടെ ഈ ഒരു ഇൻട്രസ്റ്റിനെ ഇല്ലാതെയാക്കുന്നു എന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ട്രൈബ്യൂണലിലോട്ട് അപ്ലിക്കേഷൻ കൊടുക്കാം. സോ അങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്താൽ ആ ട്രൈബ്യൂണലിന് എന്തിനുള്ള അവകാശമുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ മാറ്റി വേറെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ അഗ്രിഗേറ്റ് എമൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെയാണ് കമ്പനി ഈ ഇൻസോൾവൻസി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വിചാരിക്കുക. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലോയ്ക്കകത്ത് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അവിടെ കമ്പനി ഇൻസോൾവൻസി എന്ന് പറയുന്ന ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും ഈ പറയുന്ന ഫുൾ എമൗണ്ട് ഓഫ് ലോസ് നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് മൈനസ് ചെയ്യാം.
ഓക്കെ, സോ ഓർത്തിരിക്കേണ്ടത് അൺഅബ്സോർബ് ഡിപ്രീസിയേഷനോ ബ്രോഡ് ഫോർവേഡോ ലോസ് ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾക്ക് മൈനസ് ചെയ്യാവൂ. വിച്ച് എവർ ഈസ് ലെസ്, ഏറ്റവും കുറവ് ഏതാണോ അത് മാത്രം മൈനസ് ചെയ്യാവൂ. ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻസ് ആൻഡ് മിസ്മാനേജ്മെന്റ് കേസിനകത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാങ്ക്രപ്സി ഇൻസോൾവൻസി എന്ന് പറയുന്ന കേസിനകത്ത് കയറി വരുമ്പോഴോ ആ അഗ്രിഗേറ്റ് എമൗണ്ട് നിങ്ങൾക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ എമൗണ്ട് ഓഫ് ഡെഫേർഡ് ടാക്സ് ഇഫ് എനി സച്ച് എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L. ഡെഫേർഡ് ടാക്സ് ഉണ്ട്, ഡെഫേർഡ് ടാക്സ് P&L ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. And the last one, the amount of profit of SICK Industrial Company for the assessment year commencing on and from the assessment year relevant to the previous year in which the said company has become a SICK Industrial Company and ending with the assessment year during which the entire net worth of such a company becomes equal to or exceed the accumulated loss. അതായത് അക്യുമുലേറ്റഡ് ലോസിനേക്കാൾ കൂടുതൽ ഏത് കയറി വരികയാണെങ്കിൽ, നെറ്റ് വർത്ത് കയറി വരികയാണെങ്കിൽ, such a company becomes equal to or exceed the accumulated loss. അക്യുമുലേറ്റഡ് ലോസിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനിയുടെ ഏത് കയറി വരുവാണെങ്കിൽ നെറ്റ് വർത്ത് കയറി വരുന്നത് വരെ നമുക്കത് ചെയ്യാം. അവിടെ നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ഫ്രീ റിസർവ് ആയിരിക്കും. മനസ്സിലായോ? സോ നോക്കിയേ, ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനി, സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനിയുടെ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എത്രയാണോ അത് നമുക്ക് മൈനസ് ചെയ്യാം. എത്ര വരെ മാത്രമേ പാടുള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന പോലെ അവരുടെ അക്യുമുലേറ്റഡ് ലോസിനേക്കാൾ കൂടുതലായിട്ടാണ്. കണ്ടോ? And ending with the assessment year during which the entire net worth of such a company becomes equal to or exceed the accumulated loss. ആ പറഞ്ഞിരിക്കുന്ന അക്യുമുലേറ്റഡ് ലോസിനേക്കാൾ കൂടുതലാവുകയാണ് ആ സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനിയുടെ നെറ്റ് വർത്ത്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? ഈ പറഞ്ഞിരിക്കുന്ന പോലെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് കയറി പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും? ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന എലമെന്റ് കിട്ടും. മനസ്സിലായോ? ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. നോക്കി, Apple Industrial Limited provides the following information for the financial year 1920. Net profit are the statement of P&L. കണ്ടോ? 120 ആണ്. ഇതിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നോക്കി, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അടുത്തത്, പ്രോഫിറ്റ് ഫ്രോം യൂണിറ്റ് ഇൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ SEZ, സ്പെഷ്യൽ എക്കണോമിക് സോണിനകത്തുള്ള പ്രോഫിറ്റാണ്. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ബുക്ക് പ്രോഫിറ്റിനകത്ത് പഠിച്ചേ ഇല്ല. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെന്റുകൾ മാത്രം ചെയ്താൽ മതി. ഓക്കെ, സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണല്ലോ, അതിന്റെ പ്രോഫിറ്റ് ആണല്ലോ മൈനസ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ആ ഡിസ്കസ് ചെയ്തിരിക്കുന്ന 111 ജെബിക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന എന്താണോ അതിനെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. ഓക്കെ, ആഡ് ബാക്ക് ചെയ്യാം. പ്രൊവിഷൻ ഫോർ ഡെഫേർഡ് ടാക്സ് നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. കണ്ടോ? പ്രൊവിഷൻ ഫോർ പെർമനന്റ് ഡിമിനിഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അസറ്റിന്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്, നമുക്ക് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. Okay, depreciation debited to the statement of profit and loss 10 lakhs. 10 ലക്ഷമാണ് ഡിപ്രീസിയേഷൻ, നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. നോക്കിയേ, ഡിപ്രീസിയേഷൻ ഓഫ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്, അതായത് റീവാലുവേഷന് വേണ്ടിയിട്ടുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. ഓക്കെ, സോ എന്താ ട്രീറ്റ്മെന്റ് എന്ന് അറിയാലോ. ഇനി ദ ബ്രോഡ് ഫോർവേഡ് ലോസ് ആൻഡ് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ആസ് പെർ ദ ബുക്സ് ഓഫ് ദ കമ്പനി ആർ ആസ് ഫോളോസ്. നോക്കിയേ, എത്രയൊക്കെ വരും? ഇവിടെ 12 വരും, ഇവിടെ 5 4 9 1 10 വരും അല്ലേ? സോ നമ്മൾ പഠിച്ച എന്താ? ഈ പറഞ്ഞിരിക്കുന്ന പോലെ 12 10 വിച്ച് എവർ ഈസ് ലെസ് നമുക്ക് എത്ര മൈനസ് ചെയ്യാം? 10 നമുക്ക് റെഡ്യൂസ് ചെയ്യാം. മനസ്സിലായോ? ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കി, ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, നെറ്റ് പ്രോഫിറ്റ് 120 ഉണ്ട്. ഇനി പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആഡ് ബാക്ക് ചെയ്യാം. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ആഡ് ബാക്ക് ചെയ്യാം. പ്രൊവിഷൻ ഫോർ ഡെഫേർഡ് ടാക്സ് ആഡ് ബാക്ക് ചെയ്യാം. പ്രൊവിഷൻ ഫോർ ഡിമിനിഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആഡ് ബാക്ക് ചെയ്യാം. ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യാം. കണ്ടോ? ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്തിട്ട് ആ റീവാലുവേഷന്റെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 9 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലെസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ആണോ അല്ലെങ്കിൽ ബ്രോഡ് ഫോർവേഡ് ലോസ് ആണോ? വിച്ച് എവർ ഈസ് ലെസ്. 12 10 സോ 10 എടുത്തു, നമ്മൾ അതും എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യം കൂടെ ഉണ്ട്. ഏതാ? നമ്മുടെ ഇൻസോൾവൻസിയിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആൻഡ് മിസ്മാനേജ്മെന്റ് പ്രകാരമാണെങ്കിൽ ഇവിടെ നമുക്ക് 22 ഫുള്ളായിട്ട് ലെസ് ചെയ്യാം. കേട്ടോ? പുതിയ റൂളാ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ നന്നായിരിക്കും. സോ ഇൻസോൾവൻസി പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഇൻസോൾവൻസി പ്രൊഫഷണൽ എന്ന് പറയുന്നത് അവിടെ നടക്കുവാണെങ്കിൽ, റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആണ് ആ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ഓപ്പറേഷൻ മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് കയറി വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അഗ്രിഗേറ്റ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആ കാര്യങ്ങളോട് ശ്രദ്ധിക്കണേ. ഏതാ? സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ നമ്മൾ ഒരെണ്ണം പറഞ്ഞില്ലായിരുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം മതി. ആ മാറ്റിന്റെ പ്രൊവിഷൻസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി. കേട്ടോ? ഞാൻ കുറച്ച് നിങ്ങൾ മെറ്റീരിയലിലെ പ്രോബ്ലം ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് പ്രോബ്ലം ഗ്രൂപ്പിനകത്തും കൂടെ ഇടാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, കിട്ടാത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ട്രസ്റ്റിൻ്റെ തന്ന പ്രോബ്ലത്തിനകത്ത് ഒരു പ്രോബ്ലം കുറേ പേര് എൻ്റെ അടുത്ത് അതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്യുന്നതിൻ്റെ തന്നെ ഒരു വീഡിയോ എടുക്കാം. ട്രസ്റ്റിൻ്റെ വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല അത്.
ഓക്കെ.